ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങളുടെ സിസ്റ്ററുടെ മകൾ, ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഷിനൂസ് കിച്ചൻ. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. വീഡിയോസൊക്കെ ഇടാനൊരു മടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ തൊട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം പറയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മഴയൊക്കെ കുറവുണ്ട്. ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൊക്കെ നടന്നതാ. ഞാൻ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ചെയ്യാറുള്ള ആളല്ല. ഇപ്പോൾ കല്യാണം പ്രമാണിച്ച് റാഗിയുടെ ഒരു ഫേസ് പാക്ക് ഇട്ടതാണ്. നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ഒരു നിലാസ് ഹെർബലോ അങ്ങനെയൊക്കെ ഇട്ടതാണ്. പക്ഷെ നല്ല മാറ്റമുണ്ട്. പെട്ടെന്ന് തന്നെ ടാനൊക്കെ ഒന്ന് കുറയുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ചോറും മീൻ വറുത്തതും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് കഴിക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ ജോഷുവിനെയൊക്കെ കൊണ്ട് ഇവിടുന്ന് റെഡിയാക്കി പോകേണ്ട കാരണം നമ്മളതിന് കഴിക്കാൻ നിന്നില്ല. വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ടിട്ട് പോകാൻ വെച്ചു. കാരണം ഉച്ചക്കേലത്തെ കിട്ടുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അതിനിടയിൽ ഞാൻ നെയിൽ പോളിഷൊക്കെ ഇടാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ അത് ജോഷു ഉറങ്ങുകയാണ്. അവനെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ജോഷുവാ, എനിക്ക് ഗുഡ് മോർണിംഗ്. ഒരുവിധം പണികളെല്ലാം ഞാൻ ഒതുക്കിയിട്ടാണ് ജോഷുവിനെ എഴുന്നേൽപ്പിക്കുന്നത്. അവൻ ലേറ്റായിട്ട് എണീപ്പിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ അവൻ കല്യാണത്തിന് പോയാൽ ഭയങ്കര പ്രശ്നമാവും ഉണ്ടാക്കുക. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആവാറായപ്പോഴാണ് ജോഷുവിനെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നത്. നല്ല മടിയാണ്. നല്ല സുഖമായിട്ട് തണുപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മഴയൊക്കെ. അതുകൊണ്ട് അവൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വേണം ഇനി അവനെ റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നോക്കിയിട്ട് നമ്മളെങ്ങടെ പോണേന്ന് നമ്മളെങ്ങടെ പോണേ? ആരുടെ കല്യാണത്തിനാ? മേഘ ചേച്ചിയുടെ കല്യാണത്തിന് പോവാല്ലേ? അപ്പോൾ റെഡിയാവാം. അവനെ രാവിലെ തന്നെ ഒന്ന് ഉഷാറാക്കാൻ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ്റെ ജീപ്പോ കാറെല്ലാം കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പാപ്പനുണ്ട് കൂടെ കളിക്കാനായിട്ട്. വണ്ടികളൊക്കെ അവിടെ നിരത്തി ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കളിച്ച് ഉഷാറായിട്ടാണ് ഞാൻ ഒന്ന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവനെ ആ ജീപ്പിൽ ഇരുത്തി, ആ കാറിനകത്ത് ഇരുത്തി അവൻ അവിടെ കളിക്കുന്ന സമയം കൊണ്ട് അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഒരു ടോഡ്ലറെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളെ കൊണ്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളല്ലേ. അവരുടെ പാമ്പേഴ്സ് എടുക്കണം, അവരുടെ വൈപ്സ് എടുക്കണം. ഇപ്പോൾ ഞാൻ അവൻ്റെ ടിഫിൻ ബോക്സ് ആക്കിയിട്ടുണ്ട്. മിഠായി കവർ കുറേ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. കുറച്ച് ഒരു പാക്കറ്റ് മിഠായി കൊണ്ട് 3-4 കവറിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലാണ് ആശാനെ പ്രീതിപ്പെടുത്തി ഇരുത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, വൈപ്സ് പാമ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജോഷുവിനെ കുളിപ്പിച്ചെടുത്ത് അവനെ ഫുഡ് കഴിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. തൈരും ഒരു മീൻ വറുത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും അവൻ കഴിക്കില്ല കേട്ടോ. ഒരു കണക്കിനാണ് ഞാൻ കഴിപ്പിച്ചത്. അതിന് ശേഷം ഞങ്ങളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തു. ഞാൻ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിൻ്റെ അപ്പച്ചനും അമ്മ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ജോഷുക്കുട്ടൻ. ഞങ്ങളെല്ലാം റെഡിയായി അവിടെ എത്തി. മധുരം കൊടുക്കുന്ന ചടങ്ങ് ഞങ്ങളായിരുന്നു. അതായത് അമ്മയുടെ ആങ്ങളെയാണ് മധുരം കൊടുക്കുക. പിന്നെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്തുതി കൊടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന ഒരു സന്തോഷവും സങ്കടമൊക്കെ ഇടകലർന്നൊരു നിമിഷമാണ്. ഞങ്ങൾ കാറിൽ കയറിയില്ല. വലിയ വണ്ടി കണ്ടപ്പോൾ ജോഷുവിന് വലിയ വണ്ടിയിൽ കയറാനൊരു ആഗ്രഹം. അങ്ങനെ അവൻ വലിയ വണ്ടിയിൽ ഈ ട്രാവലറിനകത്ത് ആദ്യമായിട്ടാണ് കയറുന്നത്. നമ്മൾ വലിയ ബസ്സിൽ പോയിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യമായിട്ടാണ് അവൻ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പള്ളിയിൽ തൃശ്ശൂർ തന്നെയുള്ള മരത്താക്കര പള്ളിയിലായിരുന്നു അവിടെ കല്യാണം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവനെ മേയ്ക്കുന്ന തിരക്കിലും നമ്മൾ കുറച്ച് ഫോട്ടോസ് കിട്ടിയത് അത് താലികെട്ടും മന്ത്രകോടി ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള ഞാൻ ആഡ് ചെയ്തൊന്നുള്ളൂ. ഇത് അവിടുത്തെ വെൽക്കം ഡാൻസാണ്.
പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സ്റ്റേജിലുള്ള പരിപാടികളായിരുന്നു. കേക്ക് കട്ടിങ്, ക്യാൻഡിൽ ലൈറ്റിങ്, അങ്ങനെയുള്ള നമ്മൾ സാധാരണ നടത്തുന്ന എല്ലാ സെറിമണികളും ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചു പോകുന്നത്. നമ്മളെല്ലാം ഇവിടെ ഇരുന്നത് എൻജോയ് ചെയ്യായിരുന്നു. നല്ല പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡാൻസും പരിപാടികളും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് നമുക്കിവിടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഷെയർ ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുണ്ടാകുന്ന എല്ലാ കൊച്ചു സന്തോഷങ്ങളും സന്താപങ്ങളും വിജയകരങ്ങളും പരസ്പരം പങ്കുവെച്ച് ഒത്തൊരുമയോടെ ജീവിതാവസാനം. അങ്ങനെ സ്റ്റേജിലെ പെർഫോമൻസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനിടയിൽ അപ്പച്ചൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ്റെ പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഒരു മധുര കിരാവിന്റെ കയ്യിലെങ്ങോ കൂടമുള്ള പൂവിയോ അവിരാജിരമാറ്റകരാനൊരു പലവൈ അലരേ കസിൻസിൻ്റെ ഒക്കെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു പിന്നീടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ അടിപൊളിയാണല്ലേ. നമ്മുടെ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ജോഷൂട്ടൻ്റെ ഒരു ഡ്രസ് ചേഞ്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അതവിടെ പുറത്ത് നല്ല വെറൈറ്റി ടീസൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെക്കനും പെണ്ണും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പിന്നെ വീട്ടിൽ അവരെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കുറച്ച് ഇമോഷണലായ മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് ഏൽപ്പിച്ച് പോരുമ്പോഴുള്ള സ്വാഭാവികമായ സങ്കടങ്ങളും എല്ലാവർക്കും യാത്രാ പറച്ചിലുകളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ മനോഹരമായ ഒരു വിവാഹം കഴിഞ്ഞു. അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ടോഡ്ലറെ കൊണ്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഫുഡും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി. പിന്നെ കസിൻസ്, പിള്ളേരെല്ലാം കൂടി എടുത്ത ഫോട്ടോസൊക്കെയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേക്കാൻ മുമ്പൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇത് മനസ്സമ്മതത്തിൻ്റെ ഒരു ഫോട്ടോ അതിനിടയിൽ കയറി വന്നതാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. കുറച്ച് വലിയ വീഡിയോ ആയി എന്നറിയാം. എന്നാലും കണ്ടതിന് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.